എങ്ങോട്ടാ മാറ്റുന്നു എന്താണ് എന്താണ് വെറുതെ. ഹലോ അസ്സലാമലൈക്കും, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് പെരിന്തൽമണ്ണക്ക് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. പെരിന്തൽമണ്ണക്ക് പോണത് എന്തിനാണെന്ന് വെച്ചാൽ, എന്തിനാണ് താങ്കൾ പറയൂ? സ്കൂൾ പർച്ചേസ്. അതായത് സ്കൂൾ പർച്ചേസ്, പെരുന്നാൾ പർച്ചേസ് ഒക്കെയാണ്. അപ്പൊ ഞങ്ങള് പാലത്തിന് എത്തിക്കൊണ്ടോ, ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. എന്റെ സച്ചു പറയുന്നു, സച്ചു ചെറിയൊരു സങ്കടം ഉണ്ട്, ചെറിയൊരു വിഷമമുണ്ട്. അതെന്തിനാ സച്ചിന്റെ സങ്കടം എന്താ? ഞങ്ങൾ നിർത്തി വെച്ചു ഗൈസ്. ആയി ഞങ്ങളെ ഇതില് ഒരു എഡിറ്റർ പ്രോ എഡിറ്റർ ആയിക്കണു. അപ്പൊ പിന്നെ ഇനി ഏതായാലും സ്കൂൾ തുറക്കാൻ 8 ദിവസം കൂടി ബാക്കിയാക്കി അവൻ മലപ്പുറത്ത് നിന്നും വിരമിച്ചു ഗൈസ്. അങ്ങനെയൊക്കെയാണ് കഥകൾ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ ഓക്കെ, ഞങ്ങൾ പോണ വഴി കാണാട്ടോ ഗൈസ്. ഈ വീഡിയോ ഞാൻ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാല്, എനിക്ക് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് നേരം ഇരിക്കണല്ലോ. പക്ഷെ എനിക്ക് അധികം നേരം ഫോണിൽ നോക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഫോണിൽ നോക്കാൻ കഴിയണില്ലാന്ന് വെച്ചാൽ എനിക്ക് നല്ല തലവേദനയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് നല്ല തലവേദനയാണ്. അധികം എഡിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ചെറുതായിട്ട് എന്തെങ്കിലും യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാന്നല്ലാതെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേന് പെരുന്നാൾ കഴിയുകയും ചെയ്തു, സ്കൂൾ തുറക്കുകയും ചെയ്തിട്ടോ. എന്നാലും ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാൻ വിചാരിച്ചു. അടുത്തൊരു പാട്ട്. കൊച്ചുകുഞ്ഞിന് അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി, കൊച്ചിയിലെ കൊച്ചനങ്ങൾ തോണി വിട്ടി പോയി. കണ്ണിരുന്ന ചെമ്പടുത്ത് റാഞ്ചി കൊണ്ടുപോയി. തിക്കത്തക്കൊരു കൈമടവാണ് കൊണ്ടു ചെന്ന വെച്ച മുന്നിൽ രണ്ട് പല്ലില്ലാത്ത. അപ്പൊ ഗൈസ്, അങ്ങനെ ഞങ്ങള് പെരിന്തൽമണ്ണ എത്തി ഗൈസ്. ഇൻഷാ നിക്കണത് ആരാ? ഈ നിക്കണത് അനാൻഷ. ഇൻഷന്റെ അനാൻഷ നിക്കണുണ്ട് അവിടെ ഇരിക്കണ്. അവിടെ ഇരിക്ക, ഇരുന്നിട്ടാ ഫോട്ടോ എടുക്കുന്നു. അതിന്റെ അപ്പുറത്താരാ? അത് അനാൻഷാന്റെ പേരറിയാ, അയാളെ പേരറിയില്ല. അതിന്റെ അപ്പുറത്താക്കണു. അതാ അങ്ങനെ ഞങ്ങള് പെരിന്തൽമണ്ണ എത്തി ഗൈസ്. അപ്പൊ ഇനി എങ്ങോട്ടാ പോണ്? ലക്ഷ്യബോധമില്ലാത്ത യാത്ര. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. സച്ചു പറയുന്നുണ്ട് എങ്ങോട്ട് പറ്റുമോ? 7 o'clock പോവാന്ന്. 7 മണിക്ക്. 7 മണിക്ക്. 7 o'clock. ഗൈസ്, ഇവിടെ ഒരാളെ തെറ്റി കുത്തിക്കൊണ്ടിട്ട് തെറ്റി കടന്നു. ബേഗ് തെറ്റിക്കാണ്. ഓളാകെ പോന്നിക്കണ് ബേഗ് എടുക്കാനാണ് അത്ര. പക്ഷെ ഓൾക്ക് ബേഗ് എടുക്കില്ല. പഴയ ബേഗ് ഉണ്ട്. ഞാനത് മതിയെന്ന് വിചാരിച്ചിക്കണത്. കേടൊന്നുമില്ല. ഇനി പനി അടച്ചപ്പോ കേട് കഴിഞ്ഞാലും കൊണ്ടായ കറുപ്പേക്കേ. അങ്ങനെ ഞങ്ങൾ മുലാന്റെ അവിടെ അടുത്തുള്ള ഒരു കടയിൽ കണ്ട പോണത്. അവിടെ വണ്ടി നിർത്തിക്കാണ്ട് കടയ്ക്ക് ഞങ്ങൾ നടന്നുകൊണ്ട് കണ്ടോ. കൊടുക്കാ ബാഗ് ഇട്ടിട്ടാ നമുക്ക് കവറ് പോലെ
ആ കവറിൽ കേസ് ആ സച്ചുവിന്റെ അങ്ങനെ തന്നെ എടുക്കണം ഇന്നോട് കഴിച്ചിട്ട് സാധനത്തിന്റെ നോക്കണ ബോക്സാ വാട്ടർ ബോട്ടിൽ മറ്റേ പുതി എത്ര ഒന്ന് കാണിക്കാം ഞാനും എന്നിട്ട് ഇങ്ങനെ വെള്ളം കുടിച്ച സാധനം അങ്ങനെ എല്ലാതും അവിടെ തന്നെ കിട്ടിട്ടോ. ഒരിക്കൽ രണ്ടാക്കും നോട്ടും പിന്നെ മൂന്നാൾക്കും ബാഗും പിന്നെ കൊട അങ്ങനത്തെ വെള്ളക്കുപ്പി അങ്ങനത്തെ ഓരോ ഐറ്റംസുകളൊക്കെ എടുത്തിട്ടോ. ഇവിടേക്ക് ഈ കടയിലേക്ക് പോകുന്നതുകൊണ്ട് എന്താ അറിയോ ഒക്കെ അവിടെ തന്നെ കിട്ടും. പിന്നെ വേറെ കടയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഈ കടയിൽ നിന്നാണ് കേട്ടോ സാധനം എടുത്ത് ഞങ്ങൾ പോന്നു ഗണോ അയാള് ബില്ല് കൈ കൊടുത്തപ്പോ ആശിന്റെ മൂത്ത് നോട്ടാ ബില്ല് അച്ഛന്റെ കൂടി ഉണ്ട് ഇത് ഇനി പെടാന് കൂടി പഠിക്കണം. ബാക്കി ഏകദേശമൊക്കെ കഴിക്കണം. ലഞ്ചൊക്കെ ഉണ്ട് അതൊക്കെ മതി. ഓരോ പ്ലേറ്റ് കൊണ്ടുപോകാന്നല്ലാതെ ഇഞ്ചിന്റെ മുഖം തെളിഞ്ഞു ഗൈസ്. ഇഞ്ചക്ക് ബാഗ് എടുത്തു ഗൈസ്. ബാഗ് എടുത്തു. അപ്പോൾ മനസ്സിലായി എന്റെ മനസ്സ് ഞാനതേ പറഞ്ഞത്. ഞാന് എന്തിന് അടുത്തതായി ഷെമ്പിൽ എന്താണ് 7:00 ഗായ്സ് 7:00 സജ്ജത പോയിക്കൊണ്ടിരിക്കണു. 7:00 വന്നു നോക്കുമ്പോഴല്ലേ അതിന്റെ കുട്ടികളുടെയാണോ വലിയതാണോന്ന് അറിയില്ല. സജ്ജ് പോയിക്കണു. സജ്ജ് പോയിട്ട് വരട്ടെ എന്നിട്ട് ഇറങ്ങാൻ വിചാരിച്ചിട്ടാണ്. അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട് പോയോക്കട്ടെ ഉണ്ടല്ലേന്ന് അറിയാലോ. ഈ കടയിൽ കയറിട്ടോ അയ്യോ അതടക്കെ അത് ഇത് നോക്കട്ടെ. ഈ ടീഷർട്ട് അത് വേണ്ടല്ലോ. ഈ ഗ്ലാസ് എങ്ങനെയുണ്ട് തീർക്കില്ലേ ഗ്ലാസ് ചേച്ചി കണ്ടിട്ട് പഠിപ്പിച്ചാ കിട്ടി. അങ്ങനെ ഗായ്സ് സച്ചുവിന്റെ പാന്റ് കിട്ടിയില്ല ഗായ്സ്. ഞങ്ങള് പോകുമ്പോഴാണ് ഗായ്സ് സച്ചുവിന്റെ മുഖം നോക്കും. ഇവന് ടീഷർട്ട് ഇട്ടു. സച്ചുവിന് കിട്ടിയില്ല. സച്ചു ഷർട്ട് എടുത്തു. അങ്ങനെ കേസ് ഞങ്ങൾ ഇതാ മേൽപ്പാലത്തും എത്തിട്ടാ തിരിച്ചു പോന്നു. സച്ചുവിന് പാന്റ് കിട്ടിയില്ല. ഇഞ്ചക്കൊന്നും കൊടുത്തില്ല. സ്കൂളിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു. അപ്പൊ നമ്മളെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നേരം വൈകി എന്നാലും വേണ്ടില്ല. അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമന്റ് ഒക്കെ ചെയ്യുക. അപ്പൊ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.